ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. അറയിൽ ഞാൻ തനിച്ചന്നു വാഴ്കവെ പിറകിൽ മെല്ലെ വന്നെൻ്റെ കണ്ണുകൾ തളിർകരങ്ങളെ കൊണ്ടു പൊത്തി നീ തഴികയിട്ട് തിന്നോർമ്മ കെട്ടുവോ? ഇരുളടഞ്ഞൊരക്കാടു പുക്കു നിൻ ചരണപങ്കജം വല്ല കല്ലിലും ഇരടിയെങ്കിലോ എന്ന പേടിയാൽ കരളിലെനിക്കേതുമേ സുഖം. ഉരസിയെപ്പോഴും വെച്ചമർത്തുവാൻ പെരുതുമോഹമുണ്ടെന്നിരിക്കലും മുറിവു പറ്റുമോ എന്ന ഭീതിയാൽ ചരണപങ്കജം തൊട്ടതില്ല ഞാൻ. മുരളികയ്ക്കു നീ എത്ര നേരമായരുളിടുന്നു നിൻ മോഹനാധരം. തരികയില്ലയോ നീയൊരിക്കലും പരമെനിക്കതൊന്നാസ്വദിക്കുവാൻ. മുരഹരന്റെ അസുന്ദരാധരം മുരളികേ എനിക്കേകിടാതെ നീ മുഴുവനും തനിച്ചുണ്ടു തീർക്കുകിൽ കുരുമുളച്ചിടും നിന്റെ തൊണ്ടയിൽ. ഇരുളിൽ നിന്നെ ഞാൻ എത്ര നേരമായി തിരയുവാൻ തുടങ്ങിയിട്ടു കേശവ. കരളിലെൻ്റെ മേലൽപ്പമെങ്കിലും കരുണ തോന്നണേ നന്ദനന്ദന. കനിവുറന്നിടും കൺവിലാസവും പരിമതിക്കലയ്ക്കൊത്ത ഹാസവും തനിരസാത്മകം വക്രവും ഹരേ ഇനിയൊരിക്കലും കാൺകയില്ലയോ? പുടവമാറലും താലികെട്ടലും മുടിമിനുക്കലും മറ്റുമായി വൃഥാ ഉടലിലെന്തിനായി മോടി കൂട്ടിയെന്നിടയനുണ്ണിയെ കിട്ടിടായിൽ ഞാൻ. മുതൽ പഠിപ്പു പേരച്ഛനമ്മമാർ മുതൽ പലേതരം പ്രീതി സാധനം ഇതുകളൊക്കെയും വിട്ടു കണ്ണ ഞാനിത പിടിക്കുവൻ നിൻ പദാംബുജം. അമളിയാൽ വെറും ഗോപനെന്നു താൻ കമലജൻ ശിവൻ തൊട്ടു സർവരും കഴൽ പണിഞ്ഞിടും നിന്നെയോർത്തൊരൻ പിഴ പൊറുക്കണേ മാപ്പു നൽകണേ. അലകൾ തല്ലിടും മാലിലാണ്ടുകൊണ്ടുലകിലൊന്നിലും രക്ഷയെന്നിയേ വഴിയിൽ വീഴുവാൻ പോയിടുന്ന നിൻ പഴയ തോഴിയെ താങ്ങിടേണമേ. ഇതുവിധം പലേയാവലാതിയും
മതിമറന്നുകൊണ്ടായർ നാരിമാർ അതിവിഷാദമോടോതിയപ്പോഴേ ദിതിജവൈരിയെ കണ്ടു മുന്നിലായി. താസാമാവിരഭൂക്ഷൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരസ്രജ്വീ സാക്ഷാൽ മന്മഥ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കുറിവിയർപ്പിനാൽ മങ്ങിയും മുഖം കുറുനിരക്കരിങ്കാറിൽ മൂടിയും ഉടൽ പശുക്കുളം പാലുയർന്നിടും പൊടിയിൽ മുങ്ങിയും വന്നു മാധവൻ. കഴലിൽ നൂപുരം തൃക്കരങ്ങളിൽ കുഴൽ മുഖേന്ദുവിൽ കോമളസ്മിതം കുഴലുകൾക്കകം പീലി എന്നിതോ തഴകിൽ മിന്നിനാൻ ശ്യാമസുന്ദരൻ. പുരികഭംഗിയും കോടി കാമനായി പൊരുതിടുന്നൊരപ്പൂവൽ മേനിയും അരയിലാടിടും മഞ്ഞയാടയും സരസിജാക്ഷിമാർ നിന്നു നോക്കിനാൻ. പല ദിനങ്ങളായി വിട്ടുപോയ തൻ പതിയെ അന്തികെ കണ്ട വേളയിൽ പശുപനാരിമാർ മാൽമറന്നുടൻ പരമസൗഖ്യമാറ്റിൽ മുങ്ങിനാർ. കിടയഴാത്ത കൂറുള്ളിൽ വായ്ക്കുമെന്നിടയ വീട്ടിലെ പെൺകിടാങ്ങളെ അടിയനേ ഗണേ തമ്പുരാട്ടിമാരടിയുറച്ചൊര ഭക്തി കണ്ണനിൽ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമസുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 969 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 11 അധ്യായത്തിൽ 23 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ മൂർത്തിവ്യൂഹത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഭഗവാനെ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ എന്നിങ്ങനെ 4 വിധത്തിൽ ആത്മാവിൽ ഉപാസിക്കാനുള്ള വിധികൾ, സ്വരൂപങ്ങൾ ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, അംഗോപാംഗായുധാകൽപ്പേർ ഭഗവാംസ്തശ്ചതുഷ്ടയം ബിഭർത്തി സ്മ ചതുർമൂർത്തിർ ഭഗവാൻ ഹരിരീശ്വര. അംഗോപാംഗായുധാകൽപ്പൈ, ഇവിടെ അംഗങ്ങൾ, ഉപാംഗങ്ങൾ, ആയുധങ്ങൾ, ആകൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂഷണങ്ങൾ എന്നർത്ഥം, എന്നിവയോടുകൂടിയ ആ ഭഗവാൻ ശ്രീഹരി തത് ചതുഷ്ടയം, ആ 4 ബിഭർത്തി സ്മ, അതിനെ ഭരിച്ചു. ചതുർമൂർത്തി ഭഗവാൻ ഹരി, 4 മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഹരി ഈശ്വര, ഈശ്വരൻ തന്നെ. അപ്പോൾ അവയവങ്ങൾ, വാഹനങ്ങൾ, ആയുധങ്ങൾ, ഭൂഷണങ്ങൾ ഇവയോടുകൂടിയ ഭഗവാൻ
വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ എന്നീ 4 ഭാവങ്ങളിലും, അതേപോലെ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ ചതുർവ്യൂഹ നിലയിലും വിളങ്ങുകയാണ്. അപ്പോൾ ഈ അവസ്ഥകളിൽ ഭഗവാൻ സാധാരണ ജീവനെ പോലെയല്ല. സുഖദുഃഖങ്ങൾ ഭഗവാനെ ബാധിക്കില്ല. സർവനിയന്താവായിരിക്കുന്ന ഈശ്വരനാണ്. അപ്പം നിയന്ത്രിത്വം എന്നുള്ളത് ഭഗവാന്റെ ധർമ്മമാണ്, ഭഗവാന്റെ കടമയാണ്. സുഖദുഃഖാദ്യ അഭിമാനിത്വം ജീവധർമ്മമാണ്. അത് ഭഗവാനില്ല. ശരീരേന്ദ്രിയാദികളിൽ അഭിമാനിക്കുക എന്നുള്ളത് ജീവത്വവും ശരീരേന്ദ്രിയാദികളെ നിയന്ത്രിക്കുന്നത് ഈശ്വരത്വമാണ്. ഇപ്പം ഈശ്വരീയതയിലേക്ക് എത്താൻ എന്ത് വേണം? നിയന്ത്രണങ്ങൾ വേണം. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാറാവണം എന്നാണ്. അപ്പം ജീവേശ്വര ഭേദവാദവും ജീവേശ്വര ഐക്യവാദവും എങ്ങനെയാണ് ഇത് എന്ന്, ഈ ഈശ്വരത്വം എന്താണ് എന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ നമുക്കതിനെ അറിയാനായിട്ട് സാധിക്കും. ദ്വിജർഷഭസ ഏവ ബ്രഹ്മയോനി സ്വയം ദൃക് സ്വമഹിമ പരിപൂർണോ മായയാ ച സ്വയൈതൽ സൃജതി ഹരതി പാദിത്യാഖ്യാനാവൃതാക്ഷോ വിവൃത ഇവ നിരുക്തസ്ഥൽപരൈരാത്മലഭ്യാം. ദ്വിജർഷഭ, ദ്വിജന്മാരിൽ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആളെ, ഉത്തമനായിരിക്കുന്ന ആളെ. സ്വയം ദൃക്, തന്നെത്താൻ പ്രകാശിക്കുന്നവൻ. സ്വരാട്ട്, സ്വയം രാജതേ ഇതി സ്വരാട്ട്. ബ്രഹ്മയോനി, വേദത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനഭൂതനായിരിക്കുന്ന സ്വമഹിമ പരിപൂർണ, തൻ്റെ മഹിമ കൊണ്ട് പരിപൂർണനായിരിക്കുന്ന സ ഏവ, അവൻ തന്നെ സ്വയാ മായയാ, തൻ്റെ മായ കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് ഏതത് സൃജതി ഹരതി പാതി, ഇതിനെ സൃഷ്ടിക്കുന്നു, ഹരിക്കുന്നു, പാതി രക്ഷിക്കുന്നു. അപ്പം അതുകൊണ്ട് ആഖ്യയ, പല പല പേരുകളാൽ, വിവൃത ഇവ, ഭിന്നനെന്നതുപോലെ നിരുക്ത പറഞ്ഞിരിക്കുന്നു. അപ്പം സൃഷ്ടിക്കുന്നവൻ ബ്രഹ്മാവ്, പരിപാലിക്കുന്നവൻ മഹാവിഷ്ണു, ഹരിക്കുന്നവൻ, സംഹരിക്കുന്നവൻ അത് മഹാദേവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അനാവൃതാക്ഷ, മറയ്ക്കപ്പെടാത്ത ജ്ഞാനത്തോടുകൂടിയ അവൻ, തൽപരൈ ആത്മലഭ്യ, തൻ്റെ ഭക്തന്മാരാൽ ആത്മാവായിട്ട് ലഭിക്കാൻ യോഗ്യനാണ്. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്നുള്ളത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ഇവിടെ പറയണത്. ഭഗവാൻ ഒരാളെയുള്ളൂ. ആ ഭഗവാൻ ബ്രഹ്മാവായും വിഷ്ണുവായും മഹാദേവനായും ആ മൂർത്തിത്രയത്താൽ ലോകത്തെ സൃജതി അവതി അത്തി, സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ഇപ്പം സൃഷ്ടിയാദികൾ നടത്തുന്നു എന്ന് കാണിക്കുകയാണ് ഈ രൂപത്തിൽ. അതുകൊണ്ട് ഹേ ബ്രാഹ്മണോത്തമ ശൗനക, സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്ന വേദപ്രവർത്തകനായിരിക്കുന്ന സ്വാനന്ദ പരിപൂർണനായിരിക്കുന്ന, ആത്മാനന്ദം കൊണ്ട് പരിപൂർണത നേടിയിരിക്കുന്ന ആ ഏകനായ ഭഗവാൻ, ഒരേയൊരു ഭഗവാൻ തന്നിലുള്ള ശക്തിയായ മായയെ സഹായത്വേന സ്വീകരിച്ചിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ആ ഭഗവാനെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു. ഈ ലോകത്തെ അതേ ഭഗവാൻ തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഭഗവാനെ വിഷ്ണു എന്ന് വിളിക്കുന്നു. വിഷ്ണു എന്ന നാമധേയം, സംജ്ഞ ആ ഭഗവാന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ചൈതന്യം, അതേ ചൈതന്യം തന്നെ സംഹാരമൂർത്തിയായി എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുമ്പോൾ ആ മൂർത്തിയുടെ പേര് രുദ്രൻ അല്ലെങ്കിൽ മഹാദേവൻ എന്നൊക്കെയാണ്. അപ്പം ഈ രീതിയിൽ രക്ഷിക്കുമ്പോൾ വിഷ്ണുവും സംഹരിക്കുമ്പോൾ രുദ്രനും സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവുമായിരിക്കുന്നത് ഒരേ ഒരു ചൈതന്യം തന്നെയാണ്. പരമാർത്ഥത്തിൽ ഒരേ ഒരു ഒന്ന്, അതിനെ പലതായിട്ട് പറയുന്നു എന്ന് മാത്രം. ഏകൻ മാത്രം ആയിരിക്കുന്ന ഒരേ ഒരു ഭഗവാൻ, ഇതരമായിട്ട് വേറൊന്നുമില്ല. തൻ്റെ പരിപൂർണ ജ്ഞാനാനന്ദ സ്വരൂപത്തിന് ഒരു കാലത്തും മറയില്ല, മറവില്ല. അങ്ങനെയാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ പലതെന്നതുപോലെ പറയപ്പെടുന്നതല്ലാതെ ഈ ഭേദഭാവം സത്യത്തിൽ ഇല്ലാത്തതാണ്. ഒരേ ഒരു
ഈശ്വരൻ. അപ്പോൾ ഹിന്ദുമതത്തിൽ അനേകം 30 ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ ചൈതന്യമായി നിലനിൽക്കുന്നത് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഹിന്ദു സംസ്കാരം നമുക്ക് പഠിക്കുമ്പോൾ ആഴത്തിൽ അതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയും ഏക ദൈവ ചിന്ത തന്നെയാണുള്ളത്. പിന്നെ എന്തിനാ അങ്ങനെ പലതായിട്ട് പറഞ്ഞത്? ആളുകൾക്ക് മനസ്സിലാവാൻ. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ, ആ ഭാഷ അറിയുന്ന ആളുകൾക്ക് മാത്രമേ അതിനെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വെള്ളം, പാനി, ജലം, ആപ, വാട്ടർ ഇങ്ങനെ പല രൂപത്തിൽ പറഞ്ഞു. സത്യത്തിൽ എന്താ? ഒരേ ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ. അത് കുടിച്ചാൽ ദാഹം മാറും എന്നുള്ളത് ഏതു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കും അറിയാനായിട്ട് സാധിക്കും. ഇതേപോലെ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും തീർന്ന് ആനന്ദം ലഭിക്കുന്നു. അത് നിങ്ങൾ ഏതു രൂപത്തിൽ വേണമെങ്കിൽ ഭഗവാനെ ആരാധിച്ചോളൂ, ആദരിച്ചോളൂ, ഭഗവാനെ ഭജിച്ചോളൂ. രൂപം പ്രശ്നമല്ല, പക്ഷേ ഭഗവത് ഭജനം നിർബന്ധമാണ്. അപ്പോൾ അവരിൽ ആത്മാവായി വിളങ്ങുന്ന ഭഗവാൻ, ആ ഭഗവത് ഭക്തന്മാര് ഈ സത്യത്തെ തിരിച്ചറിയണു. അങ്ങനെ വരുമ്പോൾ ഭഗവാനല്ലാതെ അന്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല എന്ന യഥാർത്ഥമായ സത്യത്തിൻ്റെ ആത്മാവബോധം അവരിൽ നിറയുണു എന്നുള്ളതാണ്. അനുഭവത്താൽ അറിയണു അവരെ ഈ സത്യത്തെ. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണുഷഭാവ നിധൃഗ്രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിത വ്രജഭൃത്യഗീതതീർത്ഥശ്രവ ശ്രവണമംഗള പാഹി ഭൃത്യാൻ. ഭഗവാനെ നമസ്കരിക്കുകയാണ്. ശ്രീകൃഷ്ണ, ഭഗവാനെ ആനന്ദമൂർത്തിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ. കൃഷ്ണസഖ, കൃഷ്ണശബ്ദത്തിന് അർജുനൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ അർജുനൻ്റെ കൂട്ടുകാരൻ. വൃഷ്ണുഷഭ, വൃഷ്ണികുലങ്ങളിൽ ഏറ്റവും ഋഷഭനായ ശ്രേഷ്ഠനായിരിക്കുന്ന ആള്. പിന്നെയോ അവനിധൃഗ്രാജന്യവംശദഹനഃ, അവനി ഈ ഭൂമിയെ ദ്രോഹിക്കുന്ന, രാജവംശത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായി മാറിയിരിക്കുന്ന ഭഗവാനെ. അനപവർഗവീര്യ, അക്ഷീണമായ വീര്യത്തോടു കൂടിയവനെ. ഹേ ഗോവിന്ദ, കാമധേനുവിനാൽ സുരഭിയാൽ അഭിഷിക്തനായി അപ്പോഴാണ് ഭഗവാൻ ഗോവിന്ദൻ എന്ന് പേര് വന്നത്. അങ്ങനെയുള്ള ഭഗവാനെ. ഗോപവനിതാവ്രജഭൃത്യഗീത തീർത്ഥശ്രവ, ഗോപസ്ത്രീകളുടെ ആ സംഘം, അതേപോലെ അവരുടെ ഭൃത്യന്മാരൊക്കെ ഗാനം ചെയ്യപ്പെടുന്ന പുണ്യകീർത്തിയോടുകൂടിയിരിക്കുന്നവനെ. ശ്രവണമംഗള, കേൾക്കുമ്പോൾ തന്നെ, കേട്ടാൽ തന്നെ, ഭഗവാന്റെ നാമം കേട്ടാൽ തന്നെ മംഗളം നമുക്ക് ലഭിക്കും. അങ്ങനെ മംഗളം ദാനം ചെയ്യുന്നവനെ. ഭൃത്യാൻ പാഹി, ഭൃത്യന്മാരെ പരിപാലിക്കണേ എന്ന് അവിടെ പറയും. അപ്പോൾ ഏതൊരു ഭഗവാന്റെ ഉപാസനാവിധിയാണോ ഇവിടെ വിസ്തരിച്ച് പറഞ്ഞത്, ആ ഭഗവാനെ, ആ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുകയാണ് ഈ 25-ാമത്തെ ശ്ലോകത്തിൽ. ഇവിടെ എന്താ പറയണത്? ശ്രീകൃഷ്ണ, അർജുനൻ്റെ കൂട്ടുകാര, വൃഷ്ണികുലോത്തമ, രാജാക്കന്മാര് അവരെ മുഴുവൻ തൻ്റെ വീര്യമാകുന്ന അഗ്നി കൊണ്ട് നശിപ്പിക്കുന്നവനെ പറയാണ്. ഹേ അക്ഷീണ പരാക്രമശാലിൻ, ഒരിക്കലും ക്ഷീണിക്കാത്ത പരാക്രമം കാണിക്കുന്ന ഭഗവാനെ. ഹേ ഗോവിന്ദ, ഗോവിന്ദ പട്ടാഭിഷേകം നമ്മൾ കേട്ടു ഇല്ലേ? ദശമസ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായത്തിലാണ് ഗോവിന്ദ പട്ടാഭിഷേകം. അപ്പോൾ ഗോവിന്ദൻ, ഗോക്കളെ, അതേപോലെ തന്നെ ഗോശബ്ദത്തിന് ഭൂമി, വേദങ്ങൾ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇതിനെ മുഴുവൻ സംരക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഗോവിന്ദൻ എന്ന് പേര്. അപ്പോൾ ഗോപസ്ത്രീകളും അതേപോലെ നാരദാദി ഭൃത്യവർഗവും സദാ ഗാനം ചെയ്യുന്ന, ആ ഗാനം ചെയ്യുന്ന പുണ്യകീർത്തിയോടുകൂടിയ ഭഗവാനെ. കഥാശ്രവണ മാത്രയിൽ തന്നെ. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന 9 ഭാവങ്ങളിലുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞത്. അതിൽ
പ്രഥമ സ്ഥാനമാണ് ശ്രവണത്തിനുള്ളത്. അപ്പോൾ നമുക്കൊക്കെ സാധാരണ രീതിയിൽ തോന്നാറുണ്ട് വക്താവാണ് കുറച്ചുകൂടി കേമൻ എന്നൊക്കെ തോന്നാറുണ്ട്, ഇല്ലേ? കഥ പറയുന്ന ആളുകൾ, പ്രഭാഷകൻ. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ കഥ പറയുന്നതിനേക്കാൾ വേഗത്തിൽ കഥ കേൾക്കുന്നവർക്ക് മംഗളം ലഭിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഹേ ഗോവിന്ദ തീർത്ഥശ്രവ ശ്രവണമംഗള പാഹി ഭൃത്യാൻ. ഹേ ഭഗവാനെ, ഭൃത്യരായ ഞങ്ങളെ രക്ഷിക്കണേ. യയിദം കല്യ ഉദ്ധായ മഹാപുരുഷലക്ഷണം തച്ചിത്ത പ്രയതോ ജപ്ത്വാ ബ്രഹ്മവേദ ഗുഹാശയം. ഏതൊരുവനാണോ കല്യേ ഉദ്ധായ, കാലത്ത് തന്നെ ഉഷക്കാലത്തിൽ എഴുന്നേറ്റ് മഹാപുരുഷ ലക്ഷണം, മഹാപുരുഷന്റെ ലക്ഷണത്തോടു കൂടിയ ഈ പ്രകരണത്തെ തച്ചിത്ത, അവനിൽ, ആ മഹാപുരുഷനിൽ പ്രയത ശുദ്ധനായിട്ട് ജപിച്ചിട്ട് ഗുഹാശയം ബ്രഹ്മവേദ, ഹൃദയത്തിൽ വസിക്കുന്ന ആ അന്തര്യാമിയായിരിക്കുന്ന ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നു. ഈ പ്രകരണത്തിൻ്റെ പാഠത്തിൽ നിന്ന് എന്തുണ്ടാവും? ബ്രഹ്മജ്ഞാന സിദ്ധിയുണ്ടാകും എന്നാണ്. കാലത്ത് എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ശരീരവും മനസ്സും ശുദ്ധമാക്കി മനസ്സിനെ ഭഗവാങ്കൽ ഉറപ്പിച്ച് വിരാട് പുരുഷൻ്റെ അംഗോപാംഗാദി ലക്ഷണങ്ങൾ പ്രതിപാദിക്കുന്ന പ്രകരണത്തെ ആരാണോ കേൾക്കുന്നത്, ആരാണോ പഠിക്കുന്നത്, അവരുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ഭഗവാൻ തീർച്ചയായും മിന്നിത്തിളങ്ങും. ആ ബ്രഹ്മരൂപത്തെ സ്വാത്മത്വേന അവർക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇത് കേട്ട ശൗനകൻ്റെ ചോദ്യം പഞ്ചമസ്കന്ധത്തിൽ സൂര്യൻ്റെ ഒരുമിച്ച് സപ്തഗണം മാസം തോറും വെവ്വേറെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് കുറച്ചുകൂടി വിസ്തരിച്ചു കേൾക്കാൻ ആദിത്യ വ്യൂഹ വിവരണത്തിനായി പ്രാർത്ഥിക്കുന്ന ശൗനകന് സൂതൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് നാളെ മുതൽ അനുസ്മരിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ
രതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ
ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.